ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷന്മാർ പോളി കണ്ണുകാട്ട് പിതാവിന്റെ ഒരു വീഡിയോ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സർക്കാർ ജോലിയിൽ പിതാവിന്റെ രൂപതയിൽ നിന്നുള്ള ആളുകളുടെ എണ്ണത്തിലുള്ള കുറവിനെ കുറിച്ചുള്ള സന്ദേഹം അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു. ഇത് കേവലം ഒരു രൂപതയുടെ അവസ്ഥയല്ല, കത്തോലിക്ക സഭയിൽ നിന്നുള്ള സർക്കാർ ജോലിയിലെ പ്രാതിനിധ്യം, സർക്കാർ ജോലിയിൽ സഭയിൽ നിന്നുള്ള മക്കളുടെ രംഗപ്രവേശനം അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. മറ്റ് വിദേശ യാത്രകളിലേക്കും വിദേശ ജോലി സാധ്യതകളിലേക്കുമൊക്കെ നമ്മുടെ മക്കൾ മാറുമ്പോൾ ഈ നാട്ടിൽ ഉള്ള സാധ്യതകൾ മറന്നുകൊണ്ടുള്ള അവരുടെ യാത്രകൾ, ഒപ്പം ഈ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് എത്രത്തോളം സാധ്യതകളുണ്ട്, ആ സാധ്യതകളിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ മക്കൾ ഈ ചെറിയ പ്രായം തൊട്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഈ വിഷയങ്ങളുമായി ഇത് ഫയർ റൂം ഇവിടെ എത്തുന്നു. ഫയർ റൂമിൽ ഇന്ന് നമ്മുടെ കൂടെ പങ്കുചേരുന്നു ഫാദർ റോയി കണ്ണഞ്ചിറ CMI, ദീപിക ബാലസഖ്യത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ദീപിക ഫ്രണ്ട്സ് ക്ലബിന്റെ ഡയറക്ടർ, ഒപ്പം ശ്രീ ടോണി C. തോമസ്, അധ്യാപകനും സാമൂഹ്യ നിരീക്ഷകനും. രണ്ടുപേർക്കും ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും ദ ഫയർ റൂമിലേക്ക് സ്വാഗതം. റിയച്ചൻ, പിതാവിന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടു. ഇത് ഒരു രൂപതയുടെ അവസ്ഥയല്ല, ഒത്തിരി പല വേദികളിൽ നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നു, പല രീതിയിൽ പലരുടെ ശബ്ദമായി നമ്മൾ കേൾക്കുകയാണ്. സർക്കാർ ജോലിയിൽ അല്ലെങ്കിൽ സർക്കാർ മേഖലയിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ, ക്രൈസ്തവ മക്കളുടെ ഒരു പ്രാതിനിധ്യം കുറവാണ്. അല്ലെങ്കിൽ അവിടെ സർക്കാർ ജോലികളിൽ, സർക്കാരിന്റെ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ പ്രാതിനിധ്യം അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. നമ്മുടെ മുമ്പിൽ സമീപകാലത്ത് ഇറങ്ങിയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഡേറ്റ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മൾ ആ ഡേറ്റ പരിശോധിക്കുമ്പോൾ പോലും ആശ്വസിക്കാൻ പറ്റുന്ന വക നമുക്കുണ്ട്. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 35 വയസ്സിന് താഴെ എത്ര പേർ സർക്കാർ ഓഫീസിൽ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ കസേരകളിലൊന്നും പിതാവ് പറഞ്ഞൊരു സന്ദേഹമുണ്ട്. പിതാവ് പറയുന്ന ഇത്ര 1000 വീട് ഇടവകക്കാരുള്ള, അല്ലെങ്കിൽ ഇത്രയും വീടുകളുള്ള, ഇത്രയും അംഗങ്ങളുടെ കുടുംബത്തിൽ, ഇത്രയും ഉള്ള രൂപതാ കുടുംബത്തിൽ എണ്ണിയെടുക്കാവുന്ന അത്രയും സർക്കാർ ജോലിക്കാരെ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ ശരിക്കും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് സർക്കാർ ജോലിയിലെ ഒരു പ്രാതിനിധ്യം? അത് ഇപ്പൊ ആളുകളോട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആളുകൾ പറയും സ്വകാര്യ മേഖലയിൽ ഇതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടില്ലേ. ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ ചോദിക്കുകയാണെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ട്രെൻഡാണ്, അവിടെ കൂടുതൽ ജോലിയും കിട്ടും, കൂടുതൽ വരുമാനം കിട്ടും. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ നാട്ടിൽ തന്നെ നിൽക്കുന്നത്? ഈ നാട്ടിലെ സർക്കാർ ജോലിയിലേക്ക് ഉള്ള പരിശ്രമം അത് നമുക്ക് പറ്റിയ പണിയല്ല എന്നൊരു ബോധ്യമാണ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇപ്പൊ ബിൽഡ് ചെയ്യപ്പെട്ടു പോവുക. ഇതിനെല്ലാം ഒന്നിച്ച് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുക? ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് അത്. ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് കത്തോലിക്ക ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു അവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ്. ക്രൈസ്തവ സമുദായത്തിന്റെ മാത്രമല്ല, ഏത് സമുദായത്തിന്റെ ആണെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കുക എന്ന് പറയുന്നത് അത് ആ വ്യക്തിക്ക് ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും സ്ഥിര വരുമാനത്തിന്റെ ഒരു വഴിയാണ്. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് നിരവധി തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി. പക്ഷെ സർക്കാർ ജോലി ഉണ്ടായിരുന്നവന് മാത്രം ശമ്പളം മുടങ്ങാതെ വാങ്ങി ഭക്ഷണം കഴിക്കാൻ സാധിച്ചു, അല്ലേ? ഒപ്പം സർക്കാരിന്റെ വിവിധ മേഖലകളിലുള്ള ജോലികൾ, ഇതൊരു വരുമാന മാർഗം, ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ മാത്രം കാണുകയാണെങ്കിൽ പോലും സർക്കാർ ജോലി ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അതിജീവനത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമതൊരു കാര്യം, ക്രൈസ്തവ സമൂഹം ഈ നാട്ടിലെ സർക്കാർ ജോലിയിലെ ഉന്നത തസ്തികകളിൽ ഭരണം നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. രാജ്യം ഭരിച്ചിരുന്നവരുൾപ്പെടെ ഉണ്ടായിരുന്നു, ക്യാബിനറ്റ് സെക്രട്ടറി ഉൾപ്പെടെ. യെസ്. അപ്പം ക്രൈസ്തവ സമൂഹത്തിലെ ഒരു പ്രതിനിധി ഈ ഭരണചക്രം തിരിക്കുന്ന ഒരു അധികാര കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യാസം, എല്ലാ മനുഷ്യർക്കും നീതിപൂർവമായ ക്രിസ്തീയമായ മൂല്യങ്ങളിൽ അടിയുറച്ച ഒരു നീതിയുടെ വിതരണം, പൊതു സമൂഹത്തിന്റെ ഒരു വിഭവ വിതരണം, അതിന് ഒരു പോസിറ്റീവ് സാധ്യത ഉണ്ടാകും. അതിന് നമുക്ക് അത്തരത്തിലുള്ള വ്യക്തികളെ പരിശീലിപ്പിക്കാനും കഴിയും. അപ്പൊ അത് പൊതുസമൂഹത്തിന് ഗുണകരമാണ് എന്ന് വിചാരിച്ച് മറ്റേതെങ്കിലും സമുദായത്തിൽപ്പെട്ട ആൾക്കാര് സർക്കാർ ജോലിയിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൈസ്തവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു അർത്ഥത്തിലല്ല. ഇതിനകത്ത് സാമുദായികമായ ഒരു വിഷയത്തെക്കാൾ കൂടുതൽ ഒരു നീതിയുടെ വിഷയമുണ്ട്. കാരണം ഇവിടെ ഇപ്പൊ പിതാവ് പറഞ്ഞത് വളരെ ശരിയായൊരു കാര്യമാണ്. ആദ്യമായിട്ടൊന്നും അല്ല എങ്കിൽ പോലും ഈ അടുത്ത കാലത്താണ് ഈ കത്തോലിക്ക സഭ ഇത്തരത്തിലുള്ള സമുദായത്തിന്റെ അതിജീവനവും നിലനിൽപ്പും ഒരു തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ.
ആ യാത്രയിൽ ഷെക്കീന ടെലിവിഷനും സഞ്ചരിച്ചിട്ടുമുണ്ട് അന്നും ഇന്നും. തീർച്ചയായിട്ടും ഷെക്കീന ടെലിവിഷൻ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ സമുദായ ഭദ്രതയ്ക്ക് വേണ്ടിയാണ് മിസ്ബ കൺവെൻഷനിലൂടെയും മറ്റ് ബിഗ് ഡിബേറ്റുകളിലൂടെയും ഒക്കെ സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാട്ടം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബോധം ഉണർത്തിയതിന്റെ ഒരു ഏറ്റവും അടുത്ത പ്രതിഫലനമാണ് അഭിനന്ദി പിതാവിന്റെ ആ ഒരു കമന്റ്. പിതാവ് പറഞ്ഞത് മുഴുവനും ശരിയായ കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ആരുമില്ലാതെയാകുമ്പോൾ ഗവൺമെന്റ് ജോലിയിലുള്ളവരുടെ അധികാരത്തിന് കീഴിലായി മാറുന്നു ഒരു സമൂഹം മുഴുവനായിട്ടും എന്നൊരവസ്ഥ വരികയാണ്. അത് ഒരു സമുദായം എന്നുള്ള നിലയിൽ സാമൂഹികമായ നീതിയും ഭരണഘടന അനുസരിച്ചുള്ള നമ്മുടെ അവകാശങ്ങളും അത് അനുഭവിക്കുന്നതിൽ പലപ്പോഴും തടസ്സം വരുന്നുണ്ട്. കാരണം കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ രാഷ്ട്രീയമായ സ്വാധീനമാണ് നിരവധി സർക്കാർ തസ്തികകളുടെ അധികാര വികേന്ദ്രീകരണത്തിൽ സംഭവിക്കുന്നത്. പാർട്ടിയാണ് പലരെയും ഇടതാണേലും വലതാണേലും BJP ആണെങ്കിലും അവരുടെ സ്വാധീനം ആ ഏരിയയിൽ, ആ മേഖലയിൽ, ആ സ്ഥാനത്ത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സാധ്യതയായിട്ടാണ് സർക്കാർ ജോലികളെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ പാർട്ടി അനുഭാവികൾക്ക് മാത്രമാണ് പലപ്പോഴും സർക്കാർ ജോലിയുടെ ഗുണഭോക്താക്കളാകാൻ കഴിയുന്നത്. ഇതിനകത്ത് ഒരു ലോബിയിങ് ഫോഴ്സ് പോലും ആകാൻ കഴിയാതെ നിൽക്കുന്ന ഈ ഒരു സമൂഹം അവരുടെ സമുദായ അംഗങ്ങളെ ഈ സർക്കാർ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ സത്വരമായ ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ ഈ ജാഗ്രത പുലർത്തുന്ന വേറെ സമുദായങ്ങൾ ഇവിടെ ഉണ്ട് എന്നതൊരു ഫാക്റ്റായിട്ട് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ളവരുടെ പ്രവർത്തന ഫലമായി ചില പ്രത്യേക സമുദായത്തിലുള്ളവർ കൂടുതൽ സർക്കാർ ജോലികളിൽ ചെന്ന് കയറി കഴിയുമ്പോൾ ക്രൈസ്തവർ അത്തരത്തിലുള്ളവരുടെ അടിമകളായി മാറുമെന്നും മറ്റൊരു ഈജിപ്ത് ഇവിടെ കേരളത്തിലും ഭാരതത്തിലും പുനർജനിക്കുമെന്നും ഉള്ളതിന് യാതൊരു സംശയവുമില്ല. എവിടെയും അധികാരമുള്ളിടത്തൊക്കെ എല്ലാ അധികാരികളുടെയും മനസ്സിൽ ഈ ഫറവോ കയറിയിരിക്കാറുണ്ട്. ബാക്കി എല്ലാവരും അടിമകളാണ് എന്ന് കരുതുന്ന രീതിയിലുള്ള ഒരു ധാർഷ്ട്യം അധികാരത്തിന്റെ ആ ഒരു വ്യാപാരത്തിൽ അനുഭവിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അതിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രം ഗുണം, ബാക്കി എല്ലാവരും അതിന്റെ ഇര, ഈ അധികാര ആർത്തിയുടെ ഇരയാണ് അങ്ങനെ ഇരകളായി മാത്രം ഒരു സമൂഹം മാറുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അവകാശ നിഷേധത്തിന്റെയും നിലനിൽപ്പിന് പോലും ഉയരുന്ന ഭീഷണിയുടെയും ഒരവസ്ഥ മുൻകൂട്ടി കാണുവാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ കൃപ ലഭിച്ചത് കൊണ്ടാണ് പോളി കണ്ണൂക്കാടൻ പിതാവ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. മാത്രമല്ല സർക്കാർ ജോലി എന്ന് പറയുമ്പം മനസ്സിലാക്കേണ്ട കാര്യം അതൊരു IAS സിവിൽ സർവീസ് ഒന്നും അല്ല. അതിനകത്തെ 10,500 സാധ്യതകളിലെ ഒരു സാധ്യത മാത്രമാണ്. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ MTS പരീക്ഷ, SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷ, SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷ, UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെത്, ബാങ്കുകൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെ ISRO ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെ ലക്ഷക്കണക്കിന് ജോലികൾ. ഉദാഹരണം, സെൻട്രൽ ഗവൺമെന്റ് 44 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കുന്നതാണ് ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ്. ഏകദേശ കണക്കാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ കണക്കുകൾ നോക്കുമ്പോൾ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് ജോലി, ഇപ്പൊ കേരളത്തിലെ സാഹചര്യം ഏകദേശം 5 ലക്ഷത്തിനടുത്ത് ജോലികൾ കേരളത്തിൽ തന്നെ ഉണ്ട്. പോൾ ഇന്ത്യ നോക്കുമ്പം ഏറ്റവും കുറഞ്ഞത് 2 കോടിയിലധികം ജോലി സാധ്യത ഗവൺമെന്റ് മേഖലയിലുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റ് മേഖലയിലെ ജോലിയെ കുറിച്ച് ആളുകൾ ചോദിക്കുമ്പോൾ അതിന്റെ ഒറ്റ ഉത്തരം ആ ജോലി എന്തുകൊണ്ട് കിട്ടുന്നില്ല, എന്തുകൊണ്ട് കിട്ടാത്തതിനെ കുറിച്ചാണ് പറയുക. പക്ഷെ കിട്ടാനുള്ള അവസരങ്ങൾ, ഇത്രയും കോടിക്കണക്കിന് അവസരങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്നത് എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗം. പിതാവ് സൂചിപ്പിച്ചത് പിതാവിന്റെ രൂപതയിലെ ഒരവസ്ഥ വെച്ചുകൊണ്ടാണ്. എല്ലാ പിതാക്കന്മാർക്കും ഇതേ അവസ്ഥ, ഇതിനേക്കാൾ പരിതാപകരമായിരിക്കും ബാക്കി പിതാക്കന്മാരെ കണക്കന്വേഷിക്കാൻ തുടങ്ങിയ. അങ്ങനെ ഒരു കണക്കെടുക്കുന്നത് നല്ലതാണ് അല്ലേ റോയേച്ചൻ? കണക്കെടുക്കണം എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അഭിനന്ദി പിതാവ് ഞാൻ ഉൾപ്പെടെയുള്ള വൈദിക സമൂഹം, ഒപ്പം സമർപ്പിത സമൂഹം, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വൈദിക സമർപ്പിത സമൂഹത്തിന്റെ ഒരു ആത്മീയ നേതൃത്വത്തിലാണല്ലോ ആത്മായ സമൂഹം അവരുടെ ഒരു സാമൂഹികമായി വിശ്വാസ സമൂഹത്തെ രൂപപ്പെടുന്ന. അങ്ങനെയാണ്. ഇടവക കേന്ദ്രീകൃതമാണ് നമ്മുടെ വിശ്വാസ ജീവിതം. ഒപ്പം വിവിധ സമർപ്പിത സമൂഹങ്ങളുടെ സേവന മേഖലകളുടെ കൂടി സഹകരണത്തോടെയാണല്ലോ. ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി, കേരളത്തിലെ വൈദികർക്കും സമർപ്പിതർക്കും ഇന്ത്യയിലും കേരളത്തിലുമുള്ള കരിയർ സാധ്യതകൾ, തൊഴിൽ സാധ്യതകളെ പറ്റി
ഉള്ള അറിവ് ഇനിയും വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അറിവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ അറിവ് വളരെ പരിമിതമാണ്. സ്വന്തം കുടുംബത്തിലുള്ളവരോട് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത, അറിയത്തില്ലാത്ത ഒരു സാഹചര്യം ഒരു വലിയ അളവ് സമർപ്പിതർക്കുണ്ട്, സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും ഉണ്ട്. അത് തിരുത്തണം. കാരണം കരിയർ അവയർനെസ് എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം സമുദായത്തിലുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും, പ്രത്യേകിച്ച് അധ്യാപകർ ഇത് അറിഞ്ഞിരിക്കണം. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ പല അധ്യാപകരും ഇതിനെ അറിയുകയല്ല. അപ്പം ടോണി, നമ്മളിപ്പം അച്ഛൻ പറഞ്ഞതുപോലെ അറിവില്ലായ്മയാകാം. ഗവൺമെന്റ് മേഖല ഞാൻ എന്നെ വിലയിരുത്തുന്നത് അത് വലിയൊരു മിഷൻ പ്രവർത്തനം തന്നെയാണ്. മിഷൻ പ്രവർത്തനം എന്ന് ഞാൻ പറയുന്നത് അത് എല്ലാ അർത്ഥത്തിലും. ഉദാഹരണം, നമ്മുടെ മുമ്പിൽ സർക്കാർ ഓഫീസിൽ വരുന്ന ഒരാൾ ഒരു 60 വർഷം അല്ലെങ്കിൽ 40 വർഷത്തെ കിട്ടാത്ത പെൻഷനെ കുറിച്ചോ അല്ലെങ്കിൽ 20 വർഷം കിട്ടാത്ത പെൻഷനെ കുറിച്ചോ ഒക്കെയുള്ള സന്ദേഹങ്ങളുമായിട്ട് സർക്കാർ ഓഫീസിൽ വരുന്ന ഒരാൾ, ആ ഒരു ഓഫീസിലിരിക്കുന്ന ഒരു ഓഫീസർ, ഏത് തസ്തികയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് അവിടെ ഒരു ഒപ്പിടുമ്പോൾ, അദ്ദേഹം ഒരു സിഗ്നേച്ചർ ഇടുമ്പോൾ അത് വർഷങ്ങൾ കണക്കുള്ള പ്രശ്നങ്ങൾ ഒറ്റ ഒപ്പിൽ അവിടെ തീരുകയാണ്, അല്ലെ? പെൻഷന്റെ കാര്യം മാത്രമല്ല, നമ്മളുടെ ധാരാളം മേഖലകൾ, സർട്ടിഫിക്കറ്റുകൾ, ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ബാങ്ക് ലോൺ എടുക്കാൻ പറ്റുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു ഒപ്പിട്ട് കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തികമായ ഒരു സഹായം നേടിയെടുക്കാൻ തീർച്ചയായിട്ടും സർക്കാർ ഓഫീസിലെ ഒരു ചെറിയ സ്റ്റെപ്പിന് പറ്റും. അവിടെ നമ്മൾ ജാതിയോ മതമോ ഒന്നും നോക്കാതെ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ, മറ്റു പരിഗണനകളൊന്നും നോക്കാതെ നീതി നിർവഹിക്കാൻ കിട്ടുന്ന വലിയൊരു മിഷൻ പ്രവർത്തനമാണ് സർക്കാർ മേഖലയിലേക്ക് ആരാണെങ്കിലും ആ നീതി നിർവഹിക്കണം കേട്ടോ. നീതി നിർവഹിക്കണം, അഴിമതി ഇല്ലാതെ നീതി നിർവഹിക്കണം. അങ്ങനെയുള്ള വലിയൊരു ക്യാൻവാസ് തന്നെയാണ്. അപ്പൊ അതിന് ഒരു കാര്യം, അതിലേക്ക് ആളുകൾ എത്താത്തതിന് ഒരു കാരണം തീർച്ചയായിട്ടും അത് ഒരു അവയർനെസ് ഇല്ലായ്മയുണ്ട്. രണ്ടാമത്തെ കാര്യം, നമുക്ക് അതിന് വേണ്ട ഒരു വലിയൊരു പരീക്ഷ ഉണ്ട്. നമ്മൾ SLC പാസ്സാകുന്ന പോലെ +2 പരീക്ഷ പാസ്സാകുന്നത് എല്ലാവരും അതിലേക്ക് എത്തുന്നില്ല. മൂന്നാമത്തെ കാര്യം, അതിനുവേണ്ടി പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങുന്നില്ല, അല്ലെങ്കിൽ ചെറുപ്പം തൊട്ട് തന്നെ, അല്ലേ? അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെയാണ് വായിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിലേക്ക് ആളുകൾ വരാത്തത്? ഇനി ഇൻട്രസ്റ്റിലേക്ക് വന്നാൽ തന്നെ അതൊരു പക്ഷെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഒരു 20-22 ഡിഗ്രിയൊക്കെ കഴിയുമ്പോഴെന്നാന്ന് ആലോചിച്ച് നോക്കിയേക്കാം, ഒരു PSC എഴുതിയേക്കാം എന്നൊരു ലാഘവത്തോടെ ഈ പരീക്ഷയെ കാണുകയും അങ്ങനെ ലാഘവത്തോടെ കാണുമ്പോൾ കിട്ടാതെ വരികയൊക്കെ ചെയ്യുന്നതല്ലേ ശരിക്കും? എങ്ങനെയാണ് ഇതിനെ, ടോണിയുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? ഇവിടെ പറഞ്ഞതുപോലെ സർക്കാർ സർവീസിലേക്കുള്ള പ്രവേശനം ഒരു വലിയ സാധ്യതയാണ്. ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു പ്രൈവറ്റ് മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന സേവനത്തെക്കാളൊക്കെ ഉപരിയായിട്ട് പൊതുസമൂഹത്തിന് വേണ്ടി ക്രിയേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റിയ പല പോസ്റ്റുകളുമുണ്ട് സിവിൽ സർവീസ് എന്ന് പറയും. കേവലം നീതി നിർവഹണത്തിനപ്പുറത്ത്, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനപ്പുറത്ത് നാടിന്റെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റുകൾ തയ്യാറാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരാണ്. അത് തന്നെ നല്ല രീതിയിൽ ഭാവനാസമ്പന്നരായിട്ടുള്ള ആളുകൾ അതിലേക്ക് വരികയാണെങ്കിൽ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റും. പക്ഷെ ഈ ഒരു സാധ്യത കാണാൻ നമ്മുടെ പുതിയ സമൂഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കുട്ടികൾ കഴിയുന്നത് അവരുടെ മുന്നിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള ഒരു ഇമേജ്, അത് തന്നെ ആരൊക്കെയോ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ്, കുറെ അഴിമതിയുടെയും ഫയൽ കെട്ടുകളുടെയും അല്ലെങ്കിൽ ചുവപ്പ് നാടകളുടെയും രാഷ്ട്രീയ അതിപ്രസരത്തിന്റെയും ഒക്കെ ഒരു ഇമേജ് ആണ് കുട്ടികളുടെ മുന്നിൽ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇതിനെക്കുറിച്ച് അവെയർ അല്ല. അവരുടെ മുമ്പിൽ മറ്റു പല മേഖലകളും ഗ്ലാമറസ് ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് വിദേശത്തുള്ള ജോലി, സ്റ്റാറ്റസ്, ഓക്കെ, ട്രാവലിംഗ്, UK കാനഡയിലെയും ജീവിതത്തിന്റെ ഒക്കെ ചില വശങ്ങൾ മാത്രം എടുത്തുകൊണ്ടുള്ള പ്രൊജക്ഷൻസ്, സോഫ്റ്റ്വെയർ മേഖല, അങ്ങനെ ആകർഷകമായ പല കാര്യങ്ങളും മുന്നിലേക്ക് വെക്കുമ്പോൾ നാടിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മേഖലയായിട്ടുള്ള സർക്കാർ ജോലിയുടെ ഒരു പ്രാധാന്യം അവരിലേക്ക് വേണ്ട വിധത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ് എന്റെ സത്യം. സർക്കാർ ജോലിക്ക് പ്രൈവറ്റ് ജോലിയേക്കാളും ഒരുപാട് പ്രത്യേകതകളും അതുപോലെ തന്നെ സംരക്ഷണങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അത് തന്നെ. കാരണം സർവീസ് റൂൾസ് ഉള്ള ഏക തൊഴിൽ മേഖല ഇന്ന് ഇന്ത്യയിൽ, മറ്റു പല മേഖലകളിലും പരിമിതമായിട്ടുണ്ടെങ്കിലും അത് അതിന്റെ പൂർണ്ണ അർത്ഥത്തിലുള്ള മേഖല എന്ന് പറയുന്നത് ഈ സർക്കാർ ഉദ്യോഗമാണ്. അത് തന്നെ. തൊഴിൽ സുരക്ഷ, തൊഴിൽ നിയമങ്ങൾ, സമയാസമയങ്ങളിലുള്ള സാലറി റിലേഷൻസ്, ആനുകൂല്യങ്ങൾ. നമുക്കറിയാം 2005 ഒരു തസ്തികയിൽ ഉണ്ടായിരുന്ന ശമ്പളം ഒന്ന് നോക്കുകയും ഇപ്പോൾ ആ തസ്തികയിലുള്ള ശമ്പളം നോക്കുകയും ചെയ്യുകയാണെങ്കിൽ 6-7 ഇരട്ടി ആയിരിക്കും ശമ്പളം വർദ്ധിച്ചിട്ടുണ്ട്. 2005 ജോലിയിൽ പ്രവേശിച്ച ഒരു വ്യക്തി, അദ്ദേഹം ഇന്ന് വാങ്ങുന്ന ശമ്പളം അതിന്റെ 8-10 ഇരട്ടി ആയിരിക്കും, ഇൻക്രിമെന്റും പ്രൊമോഷനും ഒക്കെ അടക്കം. സോ ഇത്രയും ഒരു ഗ്യാരണ്ടീഡ് ഗ്രോത്ത് വാഗ്ദാനം ചെയ്യുന്ന മറ്റേത് തൊഴിൽ മേഖലയാണ് ഉള്ളത് എന്നുള്ളതാണ് ആ ഒരു സാധ്യത ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല ടോണി, വേറൊരു കാര്യം, നമ്മളിപ്പോ കോവിഡ് കാലം നമുക്കറിയാം, ഒരു കെട്ട കാലം നമ്മൾ വിളിക്കുന്ന ഒരു കാലമാണ് കോവിഡ്. എനിക്ക് തോന്നുന്നു 60-70 ലക്ഷം ആളുകൾക്ക് ഇന്ത്യയിൽ ജോലി നഷ്ടപ്പെട്ടു, ഏറ്റവും കുറഞ്ഞത്
നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. ഇല്ല, കോടിക്കണക്കിന് ആളുകളുടെ ലൈഫ് പ്രതിസന്ധിയിലായ ഒരു വർഷം നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടൊരു കാര്യം, ഒരു മേഖല മാത്രമാണ് ആളുകളുടെ ശമ്പളം മുടങ്ങാതിരുന്നത്. മുടങ്ങാതെ മാത്രമല്ല, കോവിഡിന്റെ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ശമ്പളം വർദ്ധിക്കുന്നത് കണ്ടു. ഇതൊരൊറ്റ മേഖലയാണ്. സാമ്പത്തികമായ സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് സർക്കാർ മേഖലയിൽ എന്ന് പറഞ്ഞാൽ സർക്കാർ മേഖലയാണ്. അവിടെ കോവിഡിനെ അത് ഒരു തരത്തിലും ബാധിച്ചില്ല. കോവിഡിന് ശേഷം അവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് ഒരു മനോഹരമായി നിലനിൽക്കുന്നത് അത് ഫലപ്രദമായ പവർ ഷെയറിങ്ങിലൂടെ കൂടിയാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട, എല്ലാ സമുദായത്തിൽപ്പെട്ട, മതങ്ങളിൽപ്പെട്ട, ജോഗ്രഫിക്കൽ ഏരിയസിൽപ്പെട്ട ആളുകൾ ഭരണത്തിൽ പങ്കുചേരുമ്പോഴാണ്, അത് ഭരണത്തിലും ഭരണ നിർവഹണത്തിലും പങ്കുചേരുമ്പോഴാണ് ജനാധിപത്യം സുരക്ഷിതമായി നിൽക്കുക. അപ്പൊ അതിൽ നിന്ന് ഒരു വിഭാഗം മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭരണ നിർവഹണത്തിൽ അതിൻ്റെതായിട്ടുള്ള അപാകതകൾ കടന്നു വരും. അപ്പോൾ ഒരു സമൂഹം അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ, അതിലേക്ക് കയറാനായിട്ട് പരിശ്രമിക്കാതിരിക്കുമ്പോൾ ജനാധിപത്യത്തെയാണ് നമ്മൾ വീക്കൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ദർശനമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ നേരത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിലും ഈ പറയുന്ന പരീക്ഷകളുടെ കാര്യത്തില് ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് എൻട്രൻസിനെ കുറിച്ചൊരു അവബോധമുണ്ട്. അത് തന്നെ, +2 കഴിഞ്ഞ് എൻട്രൻസ് വേണം എന്നുള്ള കാര്യം അറിയാം. പക്ഷേ +2 കഴിഞ്ഞ് എഴുതാൻ പറ്റിയ പരീക്ഷകളെ കുറിച്ച് ഇവൻ അറിഞ്ഞു. ഗവൺമെന്റ് പരീക്ഷകളെ കുറിച്ച് ABCD പോലും അറിയില്ല. കേന്ദ്ര സർക്കാരിന്റെ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കുള്ള കട്ട് ഓഫ് ഏജ് എത്രയാണെന്ന് ഇവർ അറിയുന്നത് കട്ട് ഓഫ് ഏജ് കഴിയുമ്പോഴാണ്. അപ്പൊ അതാണ് അവിടെ സംഭവിക്കുന്നത്. ആ ഒരു അവബോധം ഇവരിലേക്ക് എത്തുന്നില്ല. നമ്മുടെ സ്കൂളുകൾ മുതൽ അല്ലെങ്കിൽ കോളേജുകൾ മുതൽ ഇവർ ഗ്രൂം ചെയ്യപ്പെടുന്നത് സമൂഹം വാഴ്ത്തുന്ന 1-2 മേഖലകളിലേക്ക് മാത്രമാണെന്നുള്ളതാണ് അതിനകത്തെ അപാകത വരുന്നത്. അപ്പൊ ഇവര് പരിശ്രമിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കറിയാം, സർക്കാർ ജോലിക്ക് ഒരു ടൈം പീരീഡ് ഉണ്ട്, ഒരു ടൈം ലാഗ് ഉണ്ട്. അതില് ടേൺ ഔട്ട് ടൈം എന്ന് പറയാം. അതായത് പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന് ജോലിയിലേക്ക് ഒരു കാലഘട്ടം. അപ്പൊ ആ കാലഘട്ടം എന്ന് പറയാൻ 20 മുതൽ 25 വരെയുള്ള സമയത്ത് മാത്രമേ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഒരു യുവതിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ആ ഒരു കാത്തിരിപ്പിന്റെ കാലം അവനിലേക്ക് സാമൂഹിക സമ്മർദ്ദങ്ങൾ വരുമ്പോൾ പിന്നീട് അവന് സാധിക്കാതെ പോവുകയാണ്. അപ്പൊ അവന് കിട്ടിയ ജോലിയിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുക എന്നതിനപ്പുറത്തേക്ക് അവന് വേറൊരു ഓപ്ഷൻ സാധ്യത ഇല്ലാതെ വന്നു കഴിയുമ്പോൾ സർക്കാർ ജോലി അവൻ ആ സ്വപ്നം ഉപേക്ഷിച്ച്. വെരി ഗുഡ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പൊ റോജേഷ്, ഇവിടെ ടോണി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും 22 വയസ്സൊക്കെ ആകുമ്പോഴാണ് പരീക്ഷ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ പല പരീക്ഷകൾ എഴുതേണ്ട പ്രായം കുറെ കഴിയുമ്പോഴേക്കും കട്ടാകും. 25-26 വയസ്സ് 27 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഈ പരീക്ഷ മടുത്ത് സർക്കാർ ജോലിയൊന്നും കൊള്ളില്ല, നടക്കില്ല, സാധ്യമല്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ജോലിയിലേക്ക് ആളുകൾ പ്ലേസ്ഡ് ആകുന്ന സാഹചര്യമുണ്ട്. അപ്പൊ ഇതിന്റെ റീസൺ, ഇതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ സ്വപ്നം അവൻ ഏത് പ്രായത്തിലാണ് കൊടുത്തത് എന്നതിലാണ് പ്രശ്നം, അല്ലെ? 23-ാം വയസ്സിൽ പരീക്ഷയെക്കുറിച്ച് കേട്ട് അത് മടുത്തു പോകുന്ന ഒരു സാഹചര്യം. എന്നാൽ ടോണി പറഞ്ഞ വളരെ മനോഹരമായ എക്സാമ്പിൾ ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, +2 കഴിഞ്ഞ് നീറ്റ് JEE പോകണമെങ്കിൽ ഒരു എൻട്രൻസ് എഴുതണമെന്നറിയാം. അതിന്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന ബോധ്യങ്ങൾ, മൂല്യങ്ങൾ, ഇതിന്റെ സാധ്യതകളൊക്കെ ബിൽഡ് ചെയ്യേണ്ടത് നമ്മളുടെ സ്കൂൾ കാലഘട്ടങ്ങളിലാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ ഒരു UP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെങ്കിലും ഈ രാജ്യത്തെ സാധ്യതകൾ നമ്മൾ പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ ഇത് അസാധ്യമല്ല. അങ്ങനെയല്ലേ? അതായത് ഇപ്പൊ നമ്മുടെ കത്തോലിക്ക സഭയിലെ കുട്ടികൾക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പം പലരും പറയുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യതയില്ല, PSC പരീക്ഷ എഴുതിയിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ PSC പരീക്ഷ എപ്പോഴാണ് എഴുതിയത് എന്ന് ചോദിക്കുമ്പം അത് 25 വയസ്സ് കഴിഞ്ഞും 30 വയസ്സ് ഒക്കെ എടുക്കുമ്പോഴാണ്. മറ്റെല്ലാം പരീക്ഷിച്ചിട്ട് കിട്ടാതെ ആ സമയത്താണ്. അപ്പോൾ ബാല്യത്തിൽ തന്നെ ഈ സർക്കാർ ജോലികളെ പറ്റി, അതിന്റെ സാധ്യതകളെ പറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കാനുള്ള ഒരു സ്പേസ് ഈ സഭയും സംവിധാനങ്ങളും, സഭയുടെ സംവിധാനങ്ങൾ കണ്ടെത്തണം. റൈറ്റ്. ഞാനൊരു കാര്യം ചോട്ടെ റോജേഷ്, ഇപ്പം അങ്ങ് ഉൾപ്പെടുന്ന വൈദിക സമൂഹം, സന്യസ്ത സമൂഹം, ഒരുപക്ഷെ ഇന്ത്യയിൽ എത്ര സ്കൂൾ, എന്റെ അറിവ് വെച്ചാൽ 50,000-ലധികം സ്കൂളുകളുള്ള ഒരു സമൂഹത്തെ അങ്ങ് ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന് ഇന്ത്യയിൽ 50,000-ലധികം സ്കൂളുകളുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നോക്കുമ്പോഴാണെങ്കിൽ അതിൽ ഒരു മൈനോറിറ്റി പോപ്പുലേഷൻ പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ അത് ഏറ്റവും ജനറൽ നോക്കിയാൽ പോലും ക്രിസ്ത്യൻസ് ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റിലേക്കൊക്കെ വരുന്നത്, ഏറ്റവും കുറവ് വരുന്നത്. തീർച്ചയായിട്ടും അങ്ങ് ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന്റെ റിസോഴ്സുകളും സമയവും ഒക്കെ ഈ വിദ്യാഭ്യാസ പ്രേക്ഷകത്തിന് കൊടുക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഈ രാജ്യം ഈ നിലയിൽ നമ്മൾ നിർമ്മിച്ചതും ഈ നിലയിൽ മുന്നോട്ട് പോയതും. അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. അന്ന് വിദ്യാഭ്യാസം കൊടുക്കുക സർക്കാർ സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും അതൊരു ആവശ്യമായിരുന്നു. പക്ഷേ അങ്ങ് ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ വൈദികരുടെ, സന്യസ്തരുടെയും ഒക്കെ ഒരു നല്ല സമയവും അവരുടെ സാഹചര്യങ്ങളുമൊക്കെ
ഇങ്ങനൊരു മിഷനിലേക്കോ വിഷനിലേക്കോ ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു ആഹ്വാനം കൂടിയല്ലേ ആ വാട്സപ്പിൽ പിതാവിന്റെ ആ ഒരു പ്രസംഗത്തിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. പിന്നെ പിതാവ് ഇപ്പോഴെങ്കിലും അത് പിന്നെ പിതാവ് കുറെ കാലമായിട്ട് ഈ ചിന്തകൾ പങ്കുവയ്ക്കാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വലിയ സത്യമുണ്ട് ഇതിന്റെ പിന്നിൽ. കാരണം ആ സത്യമാണ് പൊതുസമൂഹത്തെ നിർമ്മിച്ചത്. ഇപ്പൊ കത്തോലിക്ക സഭ ഭാരതത്തിൽ ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അതൊരിക്കലും കത്തോലിക്ക സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അല്ല, പൊതുസമൂഹ നിർമ്മിതിയിൽ സഭ വഹിക്കുന്ന ഏറ്റവും വലിയ പങ്ക് അത് നിർവഹിക്കപ്പെടുന്നത് വിദ്യാലയങ്ങളിലൂടെയും കലാലയങ്ങളിലൂടെയുമാണ്. കാരണം അവിടെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മതസ്ഥരെയും ഒരുപോലെ, അതാണല്ലോ പൊതുവിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അതാണ് പൊതുവിദ്യാഭ്യാസം തുടങ്ങിയത്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ള ആശയം കേരളത്തിൽ നടപ്പിലാക്കിയ വിശുദ്ധ ചാവറ പിതാവും ബെർണാർഡിനോസ് സ്പെച്ചിനലി പിതാവും കൂടെ ചേർന്നുള്ള ആ ഒരു കോംബോയിലാണ് പൊതുവിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അപ്പൊ ആ ഒരു കൾച്ചർ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഉൾപ്പെടുന്ന വൈദികർക്കും സമർപ്പിതർക്കും എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ആ ഒരു ത്വര ഉള്ളിലുള്ളത് കൊണ്ട് സ്വന്തം സമുദായത്തിലുള്ള മക്കൾ അവർ യഥാർത്ഥത്തിൽ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടോ, അവർക്ക് ലക്ഷ്യബോധമുണ്ടോ, അവർക്ക് ഈ ഒരു സാധ്യതകൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ദൈവമക്കളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് കൊടുക്കുന്നത് എല്ലാവർക്കും നീതി അനുസരിച്ച് തുല്യമായിട്ട് വേണം. അങ്ങനെ ഒരു സമുദായം മാത്രം ചിന്തിച്ചു പോകുമ്പോഴുണ്ടാകുന്ന അപകടമാണ് ഇപ്പോൾ കത്തോലിക്ക സഭയെ നേരിടുന്നതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാവരും അവരവരുടെ സമുദായത്തിലുള്ളവരെ വളർത്താനും നിയമിക്കാനും അതിനുവേണ്ടി സ്വാധീനം ചെലുത്താനും അവരുടെ മതവും അവരുടെ രാഷ്ട്രീയവും അവരുടെ ഭരണ മേഖലയിലുള്ള സ്വാധീനവും എല്ലാം ഉപയോഗിച്ച് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. കേരളത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. തീർച്ചയായും അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പാർഷ്യലായ രീതിയിലുള്ള ഒരു വളർച്ച അത് ഉണ്ടാകണം എന്ന് കത്തോലിക്ക സഭ ആഗ്രഹിച്ചില്ല, ആഗ്രഹിക്കുന്നുമില്ല, ആഗ്രഹിക്കണമെന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷേ അതിന്റെ നെറ്റ് റിസൾട്ട് എന്താണ്? നെറ്റ് റിസൾട്ട് കത്തോലിക്ക സഭയ്ക്ക് ഇപ്പം ടോണി പറഞ്ഞ പോലെ ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഈ ഒരു പരിക്രമണത്തിൽ കത്തോലിക്ക സഭാ സമൂഹത്തിന് പങ്കാളിത്തമില്ലാതെ പോകുമ്പോഴുണ്ടാകുന്ന ഒരു ശൂന്യത, പങ്കാളിത്തത്തിന്റെ ശൂന്യത, അതൊരു സമുദായത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കും. അതുകൊണ്ട് ഞങ്ങൾ ഉൾപ്പെടുന്ന വൈദിക സമൂഹം ഇനി ചെയ്യേണ്ടത് കത്തോലിക്ക സഭയിലെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിലെ കുട്ടികൾക്ക് കൂടി ഈ കരിയർ അവയർനെസ് ചെറിയ പ്രായത്തിൽ കൊടുക്കാൻ പറ്റുന്ന സാധ്യതകൾ വികസിപ്പിക്കണം. ഇപ്പോൾ പല മതസമൂഹങ്ങളും അവരുടെ മതപഠനശാലകളോടൊക്കെ ബന്ധപ്പെട്ട് ഈ കരിയർ അവയർനെസ് കൂടെ കൊടുക്കുന്നുണ്ട്. കത്തോലിക്ക സഭയിലെ മതപഠനശാലകളുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വിശ്വാസമല്ലാതെ ആത്മീയമല്ലാത്ത ഒരു കാര്യവും സംസാരിക്കാൻ പോലുമുള്ള സാഹചര്യമില്ല. എന്നാൽ ആ ഒരു കാഴ്ചപ്പാടിലുള്ള മാറ്റം സഭയിൽ വൈദികർക്കും സമർപ്പിതർക്കും ഉണ്ടാകണം എന്ന് മാത്രമല്ല, അത് ഒരു കരിയർ അവയർനെസ് ഈ സമുദായം. ഞാനിത് പറയാൻ കാരണം എന്നാണെന്നറിയോ നിതിൻ? ഞങ്ങളിവിടെ ഈ പൗരോഹിത്യവും സന്യാസവും സ്വീകരിച്ചത് ക്രിസ്തുവിലുള്ള വിശ്വാസം ഈ നാട്ടിൽ നിലനിർത്താനും വിശ്വാസം പ്രഘോഷിക്കാനുമാണ്. ആ വിശ്വാസത്തിന്റെ നന്മ ആണ് എല്ലാ സമൂഹത്തിനും ദൈവത്തിന് അനുഗ്രഹമായിട്ട് കൊടുക്കുകയാണ്, വിതരണം ചെയ്യാണ്. വിശ്വാസം നിലനിൽക്കണമെങ്കിൽ ഞങ്ങൾ പണിത സ്കൂളുകളുടെ കെട്ടിടങ്ങൾ മാത്രം പോരാ എന്നത് ഈ കാലം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസം അടുത്ത തലമുറയിൽ നിലനിൽക്കണമെങ്കിൽ ഇവിടെ പണിതു പൊക്കിയിരിക്കുന്ന പള്ളി കെട്ടിടങ്ങൾ മാത്രം പോരാ. വിശ്വാസം നിലനിൽക്കണമെങ്കിൽ കുരിശടികൾ മാത്രം പോരാ, കപ്പേളകൾ മാത്രം പോരാ. വിശ്വാസം നിലനിൽക്കണമെങ്കിൽ പെരുന്നാൾ ആഘോഷിച്ചാൽ മാത്രം പോരാ, പെരുന്നാളിന് ഇങ്ങനെ പടക്കങ്ങൾ പൊട്ടിച്ചു തീർത്താൽ മാത്രം പോരാ. ലക്ഷക്കണക്കിന് രൂപയുടെ താൽക്കാലിക കപ്പേളകൾ ഉണ്ടാക്കി അത് പിന്നെ പെരുന്നാൾ കഴിയുമ്പോൾ കത്തിച്ചു കളഞ്ഞാൽ മാത്രം പോരാ, ചെണ്ടയടിച്ചിട്ട് കാര്യമില്ല. വിശ്വാസം നിലനിൽക്കണമെങ്കിൽ വിശ്വാസി നിലനിൽക്കണം, വേണ്ടേ? വിശ്വാസി നിലനിൽക്കണമെങ്കിൽ ഇന്ന് വിശ്വാസിയെ നിലനിർത്തണം. അതിന് ഈ വിശ്വാസ പ്രഘോഷണത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള വൈദികരും സമർപ്പിതരും ഏക മനസ്സോടുകൂടി സംഘടിതമായ മുന്നേറ്റം നടത്തേണ്ട സമയം കഴിഞ്ഞു. അതാണ്.
അപ്പൊ ടോണി, ഇപ്പൊ അച്ഛൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ, നമ്മളിപ്പോ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് അല്ലെ, സ്കൂളുകളിലൊക്കെ ഇങ്ങനത്തെ ഒരു മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഒരുപക്ഷെ ടോണി ഞാനൊക്കെ ഈ കാര്യത്തിൽ ഒരേ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ വൈസ്ഫുൾ ആയിട്ട് ഈ ഒരു റിസോഴ്സിനെ, കാരണം ഇവരെല്ലാവരും ചെയ്യുന്നത് മോട്ടിവേറ്റ് ചെയ്യുകയാണ്, ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ശുശ്രൂഷ മേഖലയായി വരികയും അങ്ങനെ കൂടുതൽ ആളുകളെ ഇത്തരം സാധ്യതകളിലേക്ക് ബിൽഡ് ചെയ്യാനും സാധിക്കും. അല്ല, എന്ത് തോന്നുന്നു? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതൊരു ആവശ്യമാണ്. കാരണം ക്രൈസ്തവ സഭ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു, മൂല്യമുള്ള വ്യക്തികളെ രൂപപ്പെടുത്തും. പക്ഷെ അവർക്കത് മൂല്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുന്നതിൽ ക്രൈസ്തവ സഭയ്ക്ക് കഴിയുന്നില്ല. സർക്കാർ ജോലി ഉൾപ്പെടെ പല കരിയർ മേഖലകളിലൂടെ എങ്ങനെ ആ മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ പറ്റുന്ന സാധ്യതകൾ ഉണ്ട് എന്നുകൂടി കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്നു. അതാണല്ലോ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണം സ്കൂളുകളിൽ മുതൽ ഉണ്ടാവണം എന്നുള്ളത്, സൺഡേ സ്കൂളുകൾ ഉൾപ്പെടെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും സർക്കാർ ജോലിയിൽ, സർക്കാർ മേഖലകളിൽ സാന്നിധ്യം, പ്രാതിനിധ്യം എങ്ങനെ വർദ്ധിപ്പിക്കും എന്ന ചർച്ചയുടെ ആദ്യ ഭാഗമാണ് നമ്മൾ കണ്ടത്. നമ്മൾ കൂടുതൽ ആവേശകരമായ ചർച്ചകളിലേക്ക് മാറും. രണ്ടാം ഭാഗത്തിൽ ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത പ്രിയപ്പെട്ട അതിഥികൾക്ക് ഒപ്പം പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.